മലിനത്വവും മാലിന്യവും ഇല്ലാത്ത ഒരു ശുദ്ധ ഹൃദയത്തോടെ ഒരു ദൈവ പൈതൽ നിൽക്കുകയാണെങ്കിൽ ക്ഷയിച്ചു പോകാത്ത ഒരു ആത്മനിർവൃതി ഉണ്ടാകും. അത് ഭൂമിയിൽ ഒന്നുമില്ലേലും നമ്മുടെ ഉള്ളിൽ സമാധാനം. യഥാർത്ഥമായ ഒരു ആത്മീയൻ എങ്ങനെ വെളിപ്പെടും? അവൻ ലോകത്തിലെ ചിന്തയിൽ നിന്ന് പൂർണ്ണമായി മുക്തി നേടിയിരിക്കും. എന്ത്? എന്റെ ദൈവം എന്നെ നടത്തും. എന്നെ വിളിച്ചൊരു ദൈവമുണ്ട്, ഞാൻ വിശ്വസിക്കുന്ന ഒരു ദൈവമുണ്ട്, ഞാൻ ആശ വെച്ചൊരു ദൈവമുണ്ട്. അവന്റെ വചനത്താൽ ഞാൻ ജീവിക്കപ്പെടുമെന്ന് ഒരു ഉറപ്പ് നമ്മളും പ്രാപിച്ചെടുക്കണം. പറഞ്ഞല്ലോ, ഓരോ ശക്തി മറന്നാട് പള്ളി പോകും, 8 നോയമ്പെല്ലാം ആചരിച്ച് ഞങ്ങളൊക്കെ ഒത്തിരി ആചരിച്ചിട്ടുള്ളവരാ. പക്ഷെ അവിടെ നിന്ന് എത്രയോ പേര് ഞാൻ മറിയല്ല, ഞാൻ കാളിയാണ്, ഞാൻ എക്സ്പ്രഷൻസ് ആണ് എന്ന് പറഞ്ഞ് ഇവിടെ വന്ന് അലറി പോയിട്ടുണ്ട്. മണങ്കാട്ടുന്നാ വരുന്നത്. പക്ഷേ അവിടെ നോക്കിയോ കോടി കോടി ജനം അവിടെ വരുന്നുണ്ട്. ഇവിടെയോ സ്തോത്രം. ദൈവത്തിന് ആവശ്യമുള്ളവരെ ദൈവം വലിയ 5000-10,000 കൂട്ടത്തിന്റെ നടുവിൽ ഭക്ഷണം കൊടുത്തത് സത്യമാ. അത് ദൈവത്തിലേക്ക് തിരിക്കാൻ അത്ഭുതടയാളമൊക്കെ ചെയ്തു ഇല്ലേ? എന്നാൽ പിന്നെ ദൈവം ചെറുതാക്കി കൊണ്ടുവന്ന് 70 പേരെ കൊണ്ടുവന്ന് ഈ രണ്ട് പേരെ കർത്താവിന്റെ സുവിശേഷമായി അയച്ചു. പിന്നെ അതിൽ നിന്ന് ചെറിയൊരു സർക്കിളാക്കി കൊണ്ടുവന്ന് 12 പ്രധാന ശിഷ്യന്മാർ. അതിൽ നിന്നും കർത്താവ് 3 പേരെ തിരഞ്ഞെടുത്തു, മലയെ കൊണ്ടു. അതിൽ നിന്ന് കർത്താവ് പത്രോസിനെ പ്രത്യേക ശുശ്രൂഷ എടുത്തു വേർതിരിച്ചു. ഇന്ന് പകൽ ഏത് ഐറ്റത്തിലാ നമ്മൾ വിടുന്നത്? അപ്പം തിന്നാൻ വന്ന, അടയാളം കാണാൻ വന്ന വലിയ പുരുഷാരത്തിന്റെ കൂടെ നിൽക്കുന്ന കർത്താവെ അപ്പം തന്നേര്, ആവശ്യങ്ങൾ നടത്തി തന്നേര്, ആഗ്രഹം നടത്തി തന്നേര്, എന്റെ കുഞ്ഞിന്റെ കല്യാണം, എന്റെ സാമ്പത്തിക വിഷയം, എന്റെ ചരിക്കം മാറണം, എന്റെ കടഭാരം മാറണം, എന്റെ കഷ്ടത മാറണം, എനിക്ക് വീടില്ല കർത്താവ്, വീടുണ്ടാകണം, എന്റെ അവസ്ഥ മാറണം, കുടുംബ കലഹം മാറണം. ഇതൊക്കെയാണോ ആവശ്യം? ഇതിനാ മനുഷ്യൻ കൂട്ടായ്മയ്ക്ക് കൊടുക്കുന്നത്. എന്നാൽ ഇതല്ല. മുന്നമേ അവന്റെ രാജ്യവും നീതി അന്വേഷിപ്പി, അതോടെ ദൈവത്തിന് വേണ്ടിയുള്ള ചിന്ത നിന്നെ ഭരിച്ചു കഴിഞ്ഞാൽ ദൈവസനെ വിധേയപ്പെടുവാനും വിശ്വസിക്കുവാനും താഴുവാനുമുള്ള മനസ്സ് നിന്റെ ഉള്ളിൽ തന്നാൽ നിന്റെ ഹൃദയം അതിനായി ദാഹിച്ചാൽ ദൈവം നിന്റെ ഹൃദയത്തിന്റെ ആഗ്രഹം നൽകി തന്നിരിക്കും. നമുക്കറിയാം, മർക്കോസ് സുവിശേഷം 3-ാം അധ്യായത്തിൽ അവൻ പിന്നെയും പള്ളിയിൽ വന്നു. വരണ്ട കൈയുള്ള മനുഷ്യനോട് അവൻ പറയുക, എഴുന്നേറ്റ് വന്ന് നടുവിൽ നിൽക്ക്. നാളുകളായിട്ട് അവൻ പള്ളിയിൽ കൂടുന്ന വ്യക്തിയാ. മർക്കോസ് 3 വായിച്ചേ. അവനെ കുറ്റം ചുമത്തേണ്ടതിന് ശബ്ദത്തിൽ അവനെ സൗഖ്യമാക്കുമോ എന്ന് നോക്കിക്കൊണ്ടിരുന്നു. വരണ്ട കൈയുള്ള മനുഷ്യനോട് അവൻ നടുവിൽ എഴുന്നേറ്റ് നിൽക്ക എന്ന് പറഞ്ഞു. പിന്നെ അവരോട് ശബ്ദത്തിൽ നന്മ ചെയ്യുകയോ തിന്മ ചെയ്യുകയോ ജീവനെ രക്ഷിക്കുകയോ കൊല്ലുകയോ ഏത് വിഹിതമെന്ന് ചോദിച്ചു. ഇന്ന് പകലൊന്ന് ചിന്തിച്ചേ, നാളുകളായിട്ട് അവൻ പള്ളിയിൽ വരുന്ന വ്യക്തിയാ. പക്ഷെ പള്ളിയിലുള്ള പുരോഹിതന്മാർക്ക് ഇവനെ സൗഖ്യമാക്കാൻ പറ്റിയിട്ടില്ല അല്ലേ? അതെ, കാരണം അവിടെ ഉള്ളവരെങ്ങനെയായിരുന്നു? ശബ്ദത്തിനെ ലംഘിക്കരുത് എന്നുള്ള ചിന്ത. എന്ന് പറഞ്ഞ ആചാരത്തിന് പ്രാമുഖ്യം കൊടുക്കും അല്ലേ? അവിടെ ചൊല്ലി കൂട്ടിക്കൊണ്ടിരിക്കുക. പുരോഹിതന്മാരുടെ കുറവില്ല, വിശ്വസിക്കുന്ന കാലൊതുക്കി അല്ലെങ്കിൽ കാലിങ്ങനെ ആത്മാവാ സംസാരിക്കുന്നു. ആള് കുറവാണെങ്കിൽ യേശുവിന്റെ നാമത്തിലാവേ. അപ്പോ ശബ്ദത്തിനെ ലംഘിക്കുമോ എന്ന് കുറ്റം നോക്കിക്കൊണ്ടിരിക്കുന്ന പുരോഹിതന്മാര്. മഹാപുരോഹിതനുണ്ട് എന്ന് പറഞ്ഞ മെത്രാൻ, തിരുമേനി ഉണ്ട്. പക്ഷേ ദൈവം കൊടുക്കുന്ന സൗഖ്യത്തെ ഉറ്റുനോക്കി വാദിക്കുവാൻ ഒരു കൂട്ടം അവിടെ ഒരുങ്ങിയിരിക്കുമ്പോ കർത്താവ് അവരിലേക്കല്ല നോക്കുന്നത്. ഞെരുങ്ങിയിരിക്കുന്ന, കൈ നീട്ടുവാൻ കഴിവില്ലാതെ നാളുകളായി ഞെരുക്കം അനുഭവിച്ച് കഷ്ടപ്പെടുന്ന, ആരും തിരിഞ്ഞു നോക്കാതെ ഏറ്റവും പുറകിലിരുന്ന, അവഗണന അനുഭവിച്ച് ഇല്ലായ്മയിൽ ഞെരുങ്ങി നെടുവീർപ്പ് കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനെ കർത്താവ് ജനത്തിന് ഇളക്കം വരത്തില്ലേ? എതിര് വരത്തില്ലേ? ഇവിടെ ഇല്ലായ്മക്കാരനെ നടുക്ക് കൊണ്ടുവന്ന പകലൊന്നും ചിന്തിച്ചേ.
സ്വാധീനമുള്ളവരും പൗരപ്രമാണികളും പ്രൗഢിയുള്ളവരും പദവിയുള്ളവരും പാരമ്പര്യമുള്ളവരും അവിടെ ഉണ്ട്. എന്നാൽ അവൻ ദരിദ്രന്റെ ആശയെ, അവൻ വിഷാദത്തോടെ അവന്റെ ഇരിപ്പിന്, അവന്റെ ഞരക്കത്തെ, അവന്റെ വേദനയെ, അവന്റെ ആവശ്യങ്ങളുടെ അലട്ടലിന് നാളുകളായി അവഗണന അനുഭവിച്ച് അവൻ പുറംപറമ്പിൽ ഇരിക്കുന്നത് പോലെ ആരും അറിയാതെ ഒരു അരികിൽ മാറിയിരുന്നു കൊണ്ട് അവൻ സ്തോത്രകാഴ്ച പോലും ഇടുവാൻ നിർവാഹമില്ലാത്ത ഇവന്റെ ഇരിപ്പിലേക്ക് സ്വർഗം കണ്ടുവായിക്കുക. സ്തോത്രം. എന്ന് പകലിലോർക്ക് നാളുകളായിട്ട് ഇവിടെ ഉള്ളവരാരും ഇത് കണ്ടില്ലേ? അവൻ എന്നാൽ യേശുവിന്റെ വിളി, നീ നടുവിൽ വാ. അവഗണിക്കപ്പെട്ടവൻ, അറയ്ക്കപ്പെട്ടവൻ, ആരും തിരിഞ്ഞു നോക്കാത്തവൻ, ആരാലും അംഗീകരിക്കപ്പെടാത്തവൻ, ആരാലും മാനിക്കപ്പെടാത്തവനെ നടുവിൽ കർത്താവ് കൊണ്ടുവന്നു ഇവരെ നിർത്തിയെങ്കില് എന്നെയും ആശ്രയിക്കുന്ന അവരെ ആമേൻ ആമേൻ അവൻ അറിയുന്ന ഒരു ദൈവമാണ്. ജയമടിക്കട്ടെ, യേശുവിന്റെ നാമത്തിൽ ജയമടിക്കട്ടെ. വചനം ആർക്കും വേണ്ടെന്ന, വചനം പറയുന്നവരെ കുറ്റം ചുമത്തുവാൻ നിൽക്കുന്ന ജനം, ചോദ്യം ചെയ്യുന്ന ജനം, വാദിക്കുന്ന ജനം, പറഞ്ഞത് നടന്നില്ലല്ലോ എന്ന് പറയുന്ന വാദങ്ങള് അവയെ അവിടെ നോക്കിക്കൊണ്ടിരിക്കുക. സൗഖ്യമാക്കുമോ? കണ്ടോ, ജനത്തിന്റെ വിടുതലല്ല ആവശ്യം. പിന്നെയോ ഇവനാൽ വല്ലതും നടക്കുമോ? ഇവൻ ആചാരത്തെ ലംഘിക്കുമോ? ശബ്ദത്തിൽ സൗഖ്യമാക്കുമോ? സ്തോത്രമോ? ഇവർക്ക് ആചാരം മതി. ദൈവത്തിന്റെ ഇഷ്ടം നടക്കണമെന്ന്, വ്യക്തികൾ വിടുതൽ പ്രാപിക്കണമെന്ന്, വിശാലപ്പെടണമെന്ന്, സന്തോഷിക്കണമെന്ന്, അവർ സമാധാനത്തോടെ പോകണമെന്ന് കൂടിയിരിക്കുന്ന ജനത്തിന് ആവശ്യമില്ലെന്ന്. ഒരു കൂട്ടം ജനം കൂടുന്നുണ്ട് ഇവിടെ, വലിയ വലിയ കൂട്ടങ്ങളുണ്ട്. പക്ഷേ തിരിച്ചു ചെല്ലുമ്പോഴോ കലക്ക വെള്ളത്തിൽ മുങ്ങിക്കേറിയതുപോലുള്ള അലർജിയാണ് ആളിന്റെ പെരുപ്പമല്ല. അവിടെ ചോദിക്കുന്ന ചില സ്ഥലത്ത് ആ വാക്യം തന്നെ പറയുന്നുണ്ട്. ചില സ്ഥലത്ത് ചോദിക്കുന്നുണ്ട്, ജീവനെ കൊടുക്കണമോ, മരണമാണോ, കൊല്ലണമോ, ജീവിപ്പിക്കണമോ? എത്ര കാര്യം ഇവിടെ ചോദിക്കുന്നുണ്ട്. എന്തൊക്കെയാ? നന്മ ചെയ്യുകയോ തിന്മ ചെയ്യുകയോ? അപ്പോ ഇരിക്കുന്ന ഗ്രൂപ്പിൽപ്പെട്ടവര് നന്മയ്ക്ക് വിരുദ്ധമായി സംസാരിക്കുന്നവരവിടെ ഉണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? നിന്റെ ശൂന്യതയിൽ നീ വിടുതൽ പ്രാപിക്കരുതെന്ന് ആഗ്രഹിച്ച് വിധിച്ചും പകച്ചും പഴിച്ചും കോപിച്ചും ഇടർച്ചയുണ്ടാക്കിയും നിന്റെ നന്മ തട്ടിക്കളയുന്ന ചിലരവിടെ ഉണ്ടെന്ന് യേശുവിന്റെ നാമത്തിൽ ചുമടെടുക്കുന്നു, യേശുവിന്റെ നാമത്തിൽ ചുമടെടുക്കുന്നു. ഹല്ലേലൂയ. നീ അനുഭവിക്കേണ്ട നന്മ, നിന്റെ കയ്യിൽ വരേണ്ട നന്മ, നിന്റെ തലമുറയുടെ വിടുതല്, ആശ്വാസം, സന്തോഷം, സമാധാനം, പൂർണ്ണത, വഴികള്, ശുഭയാത്രകള്, നടക്കരുതെന്ന് വാദിക്കുന്ന ചില പാരമ്പര്യ ശക്തി ഈ നിൽക്കുന്ന സ്ഥലത്ത് ഉണ്ടെന്ന്. യേശുവേ സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ ജയമടിക്കട്ടെ. ഹല്ലേലൂയ. നന്മ ചെയ്യുന്നതോ തിന്മ ചെയ്യുന്നതോ ഏതാ വിഹിതം? കർത്താവിന്റെ ചോദ്യം. അപ്പോ ഇരിക്കുന്ന ഗ്രൂപ്പിനെ കർത്താവിന്റെ കണ്ണാഴത്തിലേക്കൊന്ന് നോക്കിയപ്പോൾ ചിലരുടെ നന്മയ്ക്ക് നീ തടസ്സക്കാരനാണെന്നുള്ള ചിന്ത അവനെ ഭരിച്ചിട്ടുണ്ട്. കാരണം അവൻ ആഴങ്ങളെ അറിയുന്ന കർത്താവ്, ആദിയിൽ അന്ത്യം അറിയുന്ന കർത്താവ്, ആരംഭത്തിൽ അവസാനം അറിയുന്ന കർത്താവ്, നീ എന്തായി തീരുമെന്ന്, എവിടെ പോകുമെന്ന്, എന്തൊക്കെ ചെയ്യുമെന്ന് അറിയുന്ന കർത്താവ്, അവൻ ഇരുപ്പിൽ തന്നെ ഓരോരുത്തരെയും വിവേചിക്കാത്ത മനസ്സിലായി. കൈ ചെരിഞ്ഞവനെ, നാളുകളായി നിന്റെ നന്മ തടഞ്ഞവൻ ഇതിനകത്ത് ഇരിപ്പുണ്ടെന്ന്.
നിന്റെ കുടുംബ ജീവിതത്തിന്റെ ആമേൻ അനുഭവത്തെ പലപ്പോഴും തട്ടിത്തെറിപ്പിച്ച പൂർണ്ണതയില്ലാത്ത അവസ്ഥയിലാക്കി ശുഭയാത്ര ചെയ്യിപ്പിക്കാതെ ഐക്യതയും സമാധാനവും തടഞ്ഞ എതിരിട്ട് വാദിച്ച് നിന്റെ അനുഭവം പൂർത്തിയാക്കാതെ നിന്നെ ചോദ്യശരമാക്കി ദേശത്ത് നിർത്തി നിന്നെ പാളിച്ചയാക്കുമെന്ന് വാദിച്ചവർ നിന്റെ ദേശത്തുണ്ടെന്ന് യേശുവേ സ്തോത്രം. ചെയ്യപ്പെട്ടിരിക്കട്ടെ. തിന്മ ചെയ്യുന്നതോ വിഹിതം. ചിലരിന്ന് തലകുലുക്കിക്ക. എന്താ കർത്താവ് ഇങ്ങനെ നടക്ക് നീ കൊണ്ടുവന്നെങ്കിലും ചിലർക്ക് നീ തിന്മ വിധിച്ചേച്ച് എവിടുന്ന് പോകാവുള്ളൂ. ഓ, ഇരിക്കുന്ന ചിലരെ കുറിച്ച് കർത്താവിന് മനസ്സിലായി. ചിലർക്ക് ദോഷം ചെയ്യാൻ ഭാവിച്ച് ചിലർ ഇതിനകത്ത് കടന്നിട്ടുണ്ട്. ഇന്ന് പകലോർത്തുകൊള്ളേണം. ആമേ നിന്റെ അനുഭവങ്ങൾക്ക്, ആമേ നിന്റെ വിടുതലിന്, നിന്റെ സന്തോഷത്തിന് പൂർണ്ണത വരുത്താതെ നിന്റെ കുടുംബ ജീവിതത്തിന്റെ ഉദ്ധാരണത്തിന്, ഉയർച്ചയ്ക്ക്, നിന്റെ തലമുറയുടെ ശുഭയാത്രയ്ക്ക്, അവരുടെ വഴികൾക്ക്, അവരുടെ കുടുംബ ജീവിതത്തിന് സ്വസ്ഥത തരരുതെന്ന് ബോധിക്കുന്ന സഹോദരവർഗം ഉണ്ടെന്ന് കർത്താവ് തലവിളിക്കുക. കർത്താവ് ചോദിച്ചു, നന്മ ചെയ്യുകയോ തിന്മ ചെയ്യുകയോ കൊല്ലുകയോ ജീവിപ്പിക്കുകയോ എന്ന് പറഞ്ഞാൽ ഈ 4 കാര്യം അവനോട് ചോദിക്കുമ്പോ ഈ 4 എണ്ണത്തിൽപ്പെട്ടത് ഇതിനകത്ത് ഇരിപ്പുണ്ടെന്ന്. യേശുവേ സ്തോത്രം. വ്യാപരിക്കുന്ന സ്ഥാനത്ത്, കർത്താവിന്റെ ശക്തി വ്യാപരിക്കുന്ന സ്ഥാനത്ത് ആത്മാവ് ആമേൻ ആഴങ്ങളെ അറിയുന്നു, ഉൾപ്പുകളെ ആരായുന്നു. നീ എന്തൊക്കെ ചെയ്യുമെന്നുള്ളത് അവൻ അറിഞ്ഞിരിക്കുന്നു. നീ എവിടെയൊക്കെ ചെന്ന് ആശ്രയം ചോദിക്കുമെന്നുള്ളത് അവൻ അറിയുന്നു. നിന്റെ ഗതികേട് എന്തെന്ന് അവൻ അറിയാം. നിന്റെ അലട്ടൽ എന്തെന്ന് അവൻ അറിയാം. നിന്റെ ആവശ്യം എന്തെന്ന് അവൻ അറിയാം. നിന്റെ അനുഭവം എന്തെന്നറിയാം. അവൻ നീ നേരിടുന്ന കഷ്ടം എന്തെന്ന് അവൻ അറിയാമെന്ന്. ജീവനെ രക്ഷിക്കുകയോ കൊല്ലുകയോ ഏത് വിഷയമെന്ന് ചോദിച്ചു. അവരോ മിണ്ടാതിരുന്നു. ജീവനെ രക്ഷിക്കൂ. ഇപ്പൊ ദൈവത്തിന്റെ ഉദ്ദേശം എന്താ? ആവശ്യഭാരങ്ങൾ നിനക്ക് ഒത്തിരിയുണ്ട്. നിന്റെ കുടുംബത്തിൽ അലട്ടലുകൾ ഒത്തിരിയുണ്ട്. നീ വേദനപ്പെടുന്ന സാഹചര്യം ഒത്തിരി ഉണ്ട്. കയ്യിൽ കാണിച്ചിട്ട് തരത്തില്ലെന്ന് പറഞ്ഞ് കൈവലിക്കുന്നവരെയും നീ കാണുന്നുണ്ട്. നിന്റെ വീഴ്ചയും തകർച്ചയും നിന്റെ അനുഭവത്തിന്റെ പാളിച്ചയും കാണുമ്പോൾ ഒളിഞ്ഞു നോക്കുന്നവരുണ്ടെന്ന്